ഹലോ, HSA പഠനം ഏതുവരെയായി? ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു റിവിഷൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് റിവിഷൻ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും സമഗ്രമായിട്ടൊന്ന് പറഞ്ഞു പോവുക, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേറെ ഉണ്ട്. എല്ലാ മൊഡ്യൂളും നമുക്ക് ക്വിക്കായിട്ട് ഒന്ന് റിവിഷൻ ചെയ്ത് പോവാം. ക്ലാസ്സിലേക്ക് പോവാം. പാട്ടിൻ്റെ ലക്ഷണമുള്ളത് ലീലാതിലകം ഒന്നാം ശില്പത്തിലെ എത്രാം സൂത്രത്തിലാണ്? 11ാം സൂത്രമാണ്. ലീലാതിലകം ഒന്നാം ശില്പം 11ാം സൂത്രത്തിൽ ദ്രമിഡ സംഘാതാക്ഷര നിബന്ധമെതുക മോന വൃത്തവിശേഷയുക്തം പാട്ട് എന്നുള്ള ലക്ഷണം ലീലാതിലകം ഒന്നാം ശില്പത്തിൽ 11ാം സൂത്രത്തിലാണ്. ശ്രദ്ധിക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 164 പടലങ്ങളാണ് 1814 പാട്ടുകൾ. 167 പടലങ്ങളിൽ 1814 പാട്ടുകൾ അന്ത്യാതിപ്രാസം ദീക്ഷിക്കുന്ന കൃതിയാണ്. ചോള ഭാഷയും മലയാള ഭാഷയും കലർന്ന മിശ്രമാണ് രാമചരിത ഭാഷ എന്ന് പറഞ്ഞത് ആർ നാരായണപ്പണിക്കർ. ചോള ഭാഷ പ്ലസ് മലയാള ഭാഷ ആണ് രാമചരിതം എന്ന് പറഞ്ഞത് ആർ നാരായണപ്പണിക്കർ. എന്നാൽ ചെന്തമിഴ് മലയാളമാണെന്ന് പറഞ്ഞതോ ആറ്റൂരാണ്. ചോള ഭാഷയും മലയാള ഭാഷയും ചേർന്ന മിശ്രമാണ് രാമചരിത ഭാഷ എന്ന് പറഞ്ഞത് ആർ നാരായണപ്പണിക്കർ. ചെന്തമിഴ് മലയാളമാണ് ചേർന്നതാണ് എന്ന് പറഞ്ഞത് ആറ്റൂരാണ്. മലയാളത്തിൻ്റെ പൂർവ്വരൂപമാണ് രാമചരിതത്തിൽ കാണുന്നതെന്ന് പറഞ്ഞത് പി ഗോവിന്ദപിള്ളയാണ്. രാമചരിതം ഉത്തര കേരളത്തിലെ ഒരു മണിയാണി നായരുടെ രചനയാണെന്ന് പറഞ്ഞത് പി വി കൃഷ്ണൻ നായരാണ്. ഉത്തര കേരളത്തിലെ മണിയാണി നായരുടെയാണെന്ന് പറഞ്ഞത് പി വി കൃഷ്ണൻ നായരാണ്. രാമചരിതം മലയാളത്തെ പൂർവ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞതും ആറ്റൂരാണ്. ആറ്റൂരാണ് എന്ന് പറഞ്ഞത് ചെന്തമിഴും മലയാളവും കലർന്ന മിശ്രഭാഷയാണെന്ന് പറഞ്ഞതും രാമചരിതം മലയാളത്തിൻ്റെ പൂർവ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആറ്റൂരാണ്. കൃത്രിമ മിശ്രഭാഷയാണെന്ന് പറഞ്ഞത് കെ എം ജോർജാണ്. കൃത്രിമ മിശ്രഭാഷ എന്ന് പറഞ്ഞത് കെ എം ജോർജാണ്. രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം നിരേശ അശിരിയപ്പ എന്ന് പറയുന്ന വൃത്തമാണ്. ഇത് തമിഴ് കാവ്യമാണോ മലയാള കാവ്യമാണെന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ടി എ ഗോപിനാഥ റാവു ആണ്. ടി എ ഗോപിനാഥ റാവു ആണ്. ഇത് തമിഴ് കൃതിയാണെന്നും ഇതിനെ മലയാളം ഒന്ന് വ്യവഹരിക്കുന്നത് ശരിയല്ലെന്നും ടി എ ഗോപിനാഥ റാവുവും കെ ജി ശേഷായരും കൂടെ പറഞ്ഞിട്ടുണ്ട്. മലയാള ഭാഷയിലെ ഏറ്റവും പ്രാചീന കൃതി രാമചരിതമാണെന്ന് പറഞ്ഞത് ഗുണ്ടർട്ടാണ്. ഗുണ്ടർട്ട് അങ്ങനെ പറഞ്ഞു. കർത്താവ് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരിക്കുമെന്ന് പറഞ്ഞത് കോണി നെടുങ്ങാടിയാണ്. എന്നാൽ വീരരാമവർമ്മയാണെന്ന് പറഞ്ഞത് മഹാകവി ഉള്ളൂരാണ്. പാട്ടുപ്രസ്ഥാനവും പ്രതിരോധവും സമന്വയവും എഴുതിയത് എസ് രാജശേഖരൻ. പാട്ടുപ്രസ്ഥാനം, പ്രതിരോധവും സമന്വയവും എസ് രാജശേഖരൻ. വിമർശനാത്മക പഠനം പി വി കൃഷ്ണൻ നായർ. രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എം പുരുഷോത്തമൻ നായർ. രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും നടുവട്ടം. പ്രാചീന ഭാഷാ പഠനവും ആകുമ്പം കെ എം ജോർജ്. രാമചരിതവും മലയാള പ്രാചീന ഭാഷാ വിചാരവും എന്നുള്ളത് നടുവട്ടം. രാമചരിതവും പ്രാചീന മലയാള പഠനവും കെ എം ജോർജ്. തിരുനിഴൽ മാലയിൽ 539 ഈരടികളും 97 പാട്ടുകളും. 539 ഈരടികളും 97 പാട്ടുകളും. എൻമർ സാമന്തരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 4 തളികളുണ്ട്. അതിൽ തന്നെ തിരുവഞ്ചിക്കുളം, അഞ്ചനക്കുളം എന്നിവ പ്രസിദ്ധമാണെന്ന് പറയുന്നുണ്ട്. 3 ഭാഗങ്ങളാണുള്ളത്. കാവ്യോപക്രമം, നോവല, ബലിയർപ്പിക്കൽ. ഇതിലെ നിഴൽ എന്നതിന് അനുഗ്രഹം എന്നാണ് അർത്ഥമെന്നും പറയുന്നുണ്ട്. അടുത്ത് വരുന്നത് രാമകഥാപാട്ടാണ്. രാമകഥാപാട്ട് അവാർഡ് തുറ അയ്യമ്പിള്ളി ആശാൻ എഴുതിയതാണ്. ഇതിൽ ഭാഷാപരിമളം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം പി കെ നാരായണപിള്ള എഴുതിയിട്ടുണ്ട്. 279 ഭാഗവും 3163 ശീലുകളുമാണ്. 279 ഭാഗവും 3163. ഏക മുത്തമിഴ് കാവ്യമെന്നും പി കെ നാരായണപിള്ള പറഞ്ഞിട്ടുണ്ട്. തെക്കൻ പാട്ടിൻ്റെ നടുനായകത്വം എന്ന് പറഞ്ഞത് ഉള്ളൂരാണ്. രാമകഥാപാട്ട് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ഭാരതം പാട്ടാണ്. അത് ഭാരത ദീപിക എന്ന പേരിൽ പി കെ നാരായണപിള്ള പ്രസിദ്ധീകരിച്ചു. ഭാരത ദീപിക എന്ന പേരിൽ പി കെ നാരായണപിള്ള പ്രസിദ്ധീകരിച്ചു. പിന്നീട് വരുന്നത് കണ്ണശന്മാരാണ്. കണ്ണശ കൃതികളിൽ ശങ്കരപ്പണിക്കർ ഭാരതമാല ശങ്കരപ്പണിക്കർ, മാധവ പണിക്കർ ഭാഷാ ഭഗവത്ഗീത, രാമപണിക്കരുടെയാണ് രാമായണം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യമൊക്കെ. ഭാരതമാല ശങ്കരപ്പണിക്കർ, ഭാഷാ ഭഗവത്ഗീത മാധവ പണിക്കർ, രാമപണിക്കർ, രാമായണം, ഭാഗവതം, ഭാരതം, ശിവരാത്രി മഹാത്മ്യം. രാമചരിതത്തിൽ നിന്ന് എഴുത്തച്ഛൻ്റെ കൃതികളിലേക്കുള്ള ഭാഷാ സാഹിത്യത്തിൻ്റെ പരിണാമത്തിൻ്റെ ഇടത്താവളമാണ് കണ്ണശക്കൃതികൾ എന്ന് പറഞ്ഞത് എൻ കൃഷ്ണപിള്ളയാണ്. ഹനുമാൻ ചാട്ടം നടത്തി എന്ന് പറഞ്ഞതും എൻ കൃഷ്ണപിള്ളയാണ്. നിരണം കവികളിൽ ആദ്യത്തെ ഋഷിയാണ് മാധവ പണിക്കർ എന്ന് പറഞ്ഞത് എം ലീലാവതിയാണ്. ഈ മാധവ പണിക്കരുടെയാണ് ഭാഷാ ഭഗവത്ഗീത. പെരുമതകും പാൽക്കടൽ കണ്ടു പിപ്പീലി കുടിപ്പാൻ കരുതിയതൊക്കെയും എന്നുള്ള വരി ഭാഷാ ഭഗവത്ഗീതയിലാണ്.
പെരുമതുകും പാൽക്കടൽ കണ്ട് പിപ്പീലി കുടിപ്പാൻ കരുതിയതൊക്കെയും. ഭാഷ ഭഗവത്ഗീതയിലാണ്. മാധവപ്പണിക്കരുടെ ഭഗവത്ഗീത പ്രസാദനം ചെയ്തത് ഉള്ളൂരും നന്ദ്യാർ വീട്ടിൽ പരമേശ്വരപിള്ളയും ചേർന്നാണ്. ഉള്ളൂരും നന്ദ്യാർ വീട്ടിൽ പരമേശ്വരപിള്ളയും ചേർന്നിട്ടാണ്. അഹം ഇത് സംക്ഷേപിച്ചുര ചെയ്യുവേൻ എന്ന് പറയുന്നത് ഭാഷാ ഭഗവത്ഗീതയിലാണ്. അഹം ഇത് സംക്ഷേപിച്ചുര ചെയ്യുവേൻ. കാര്യം എന്ന് വെച്ചാൽ 700 ശ്ലോകങ്ങളും 323 ശ്ലോകങ്ങളായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം മാധവൻ്റെ ഭാഷാ ഭഗവത്ഗീത. ഓക്കെ, അടുത്തത് ഭാരതമാലയാണ്. ഭാരതമാല ശങ്കരപ്പണിക്കരുടെ ആണ്. മലയാളത്തിലുണ്ടായ ആദ്യത്തെ മഹാഭാരത സംഗ്രഹമാണ് ഭാരതമാല എന്ന് പറയുന്നത്. അത് 1,20,000 ശ്ലോകങ്ങളെ 1363 ശീലുകളിലായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് കണ്ണശ്ശരാമായണം. കണ്ടെത്തൽ വർഗീസ് മാപ്പിളയാണ്. മന്ദപ്രജ്ഞന്മാർക്ക് അറിവാനായി എന്നുള്ള വരികളൊക്കെ വരുന്നതാണ് കണ്ണശ്ശരാമായണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ശിവരാത്രി മഹാത്മ്യത്തിലാണ് ഭാഷാമിശ്രമിതെന്തി കഴാതെ എന്നുള്ള പ്രധാനപ്പെട്ടതെന്ന് വരുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് അടുത്തതിലോട്ട് പോകുമ്പോൾ ഗാഥാപ്രസ്ഥാനമാണ് വരുന്നത്. ഗാഥ എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണെന്ന് പറയുന്നുണ്ട്. ചെറുശ്ശേരിയുടെ കൃതികളാണ് ഇതിനകത്തുള്ളത്. കൃഷ്ണഗാഥ, ഭാരതഗാഥ ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. കൃഷ്ണഗാഥയ്ക്ക് ഒരു ഗ്രീക്ക് ട്രാജഡിയുടെ സ്വഭാവം ഉണ്ടെന്ന് ടി ഭാസ്കരൻ പറയുന്നുണ്ട്. കൃഷ്ണഗാഥയ്ക്ക് ഒരു ഗ്രീക്ക് ട്രാജഡിയുടെ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞത് ടി ഭാസ്കരനാണ്. കൃഷ്ണഗാഥയിൽ 1142 അലങ്കാരങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്ന ഒരു പ്രധാനപ്പെട്ടത് കാളന്തി തീരത്തെ കാവുകൾ കാണുമ്പോൾ ഓളം തുള്ളുന്നു വേദനകൾ. അത് കൃഷ്ണഗാഥയിലെ വരികളാണ്. ചോദിച്ചു കണ്ടിട്ടുണ്ട്. കൃഷ്ണഗാഥയിലെ ഭക്തനായാലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ചേലനാട്ട് അച്യുതമേനോനാണ്. കൃഷ്ണഗാഥയിലെ അങ്കിയായ രസശാന്തമാണെന്ന് പറഞ്ഞത് ടി ഭാസ്കരനാണ്. നമ്പ്യാർ പൊട്ടിച്ചിരിക്കുമ്പോൾ ചെറുശ്ശേരി ഊറിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത് കെ എൻ എഴുത്തച്ഛനാണ്. നമ്പ്യാർ പൊട്ടിച്ചിരിക്കുമ്പോൾ ചെറുശ്ശേരി ഊറിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത് കെ എൻ എഴുത്തച്ഛനാണ്. കണ്ണശ കൃതികളോടും മണിപ്രവാള കൃതികളോടും താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണഗാഥയിലെ കാവ്യശൈലി ആധുനികമാണെന്ന് എം മുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഗാഥ എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പിന്നെ അടുത്തത് കിളിപ്പാട്ടിലോട്ട് പോകാം. കിളിപ്പാട്ട് അറിയാലോ. പൈങ്കിളിക്കണ്ണി, പരാപരക്കണ്ണി എന്നീ വൃത്തങ്ങൾ എഴുത്തച്ഛനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം എന്നൊക്കെ പറയുന്നുണ്ട്. എഴുത്തച്ഛൻ കിളിപ്പാട്ട് വൃത്തങ്ങളായിട്ട് പറയുന്നത് കേക, കാകളി, കളകാഞ്ചി, അന്നനട, മണികാഞ്ചി. ഇതിൽ അന്നനടയാണ് മഹാഭാരതത്തിലെ ഉപയോഗിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലെ കർണപർവ്വത്തിലും മൗസല പർവ്വത്തിലും കാണുന്നതാണ് അന്നനട. ഇത് രാമായണത്തിലില്ല. മഹാഭാരതത്തിലെ കർണപർവ്വത്തിലും മൗസല പർവ്വത്തിലും കാണുന്ന വൃത്തമാണ് അന്നനട എന്ന് പറയുന്നത്. എഴുത്തച്ഛനെ ഭാഷയിലെ വിപ്ലവകാരി എന്നാണ് പി കെ ബാലകൃഷ്ണൻ വിളിക്കുന്നത്. എഴുത്തച്ഛനെ ഭാഷയിലെ വിപ്ലവകാരി എന്ന് വിളിച്ചത് പി കെ ബാലകൃഷ്ണനാണ്. പുതുമലയാണ്മതൻ മഹേശ്വരൻ എന്ന് വിളിച്ചത് വള്ളത്തോളാണ്. സുന്ദരകാന്ഡത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം എന്ന് പറയുന്നത് കളകാഞ്ചിയാണ്. എഴുത്തച്ഛൻ്റെ ഭാഷ ഒരു എടുത്തുചാട്ടമല്ല എന്ന് പറഞ്ഞത് കെ എൻ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ്റെ മഹത്വം സ്ഥാപിതമായിരിക്കുന്നത് അദ്ദേഹം അവതരിപ്പിക്കുന്ന തത്വചിന്തയിലല്ല, കവിത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. സാഹിത്യപഞ്ചാനനാണ്. ഭാഷയിൽ ക്ലാസിക് പ്രസ്ഥാനം കിളിപ്പാട്ടിൽ കൂടിയാണ് വളർന്നതെന്ന് പറഞ്ഞത് കെ എൻ എഴുത്തച്ഛനാണ്. ഇനി ചില കിളിപ്പാട്ട് നോക്കാം. കുഞ്ചൻ നമ്പ്യാർ എഴുതിയ കിളിപ്പാട്ടാണ് പഞ്ചതന്ത്രം കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യാർ. മാമാങ്കോദാരണം കിളിപ്പാട്ട് ആർ നാരായണ പണിക്കരുടെയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കിളിപ്പാട്ട് പഞ്ചതന്ത്രം കിളിപ്പാട്ട്. അതുകൂടാതെ വിഷ്ണു ഗീത ഹംസപ്പാട്ട് എന്നൊരു പാട്ടും കൂടി ഉണ്ടെങ്കിൽ വിഷ്ണു ഗീത ഹംസപ്പാട്ട് പഞ്ചതന്ത്രം കിളിപ്പാട്ടും കുഞ്ചൻ നമ്പ്യാരുടേതാണ്. ചതുരന്ത്യം കിളിപ്പാട്ട് എഴുതിയത് അർണോസ് പാതിരിയാണ്. സ്കന്ദപുരാണം കിളിപ്പാട്ട് ഒടുവിൽ ശങ്കരൻകുട്ടി മേനോൻ. ഹാലസ്യ മഹാത്മ്യം ചാത്തുക്കുട്ടി മന്നാടിയാരുടെയാണ്. ഹാലസ്യ മഹാത്മ്യം എന്ന കിളിപ്പാട്ട് ചാത്തുക്കുട്ടി മന്നാടിയാർ. തേനാറി മഹാത്മ്യം കിളിപ്പാട്ട് കടിയങ്കുളം ശപ്പുമേനോൻ്റെയാണ് തേനാറി മഹാത്മ്യം കിളിപ്പാട്ട്. കാവേരി മഹാത്മ്യവും ശപ്പുമേനോൻ്റെയാണ്. ഇതൊക്കെയാണ് തേനാറി മഹാത്മ്യം, കാവേരി മഹാത്മ്യം. ഇതൊക്കെ എഴുതിയത് ശപ്പുമേനോനാണ്. സേതു മഹാത്മ്യം കിളിപ്പാട്ട് കല്ലേക്കുളങ്ങര രാമപിഷാരടി. സേതു മഹാത്മ്യം കിളിപ്പാട്ട് കല്ലേക്കുളങ്ങര. വേതാളചരിതവും കല്ലേക്കുളങ്ങരയുടേതാണ്. സേതു മഹാത്മ്യം വേതാളചരിതവും കല്ലേക്കുളങ്ങര രാമപിഷാരടിയുടെയാണ്. ഹാലസ്യ മഹാത്മ്യം ചാത്തുക്കുട്ടി മന്നാടിയാരുടെയാണെന്ന് പറഞ്ഞു.
മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരി, മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരി. ഇതൊന്നും മറക്കരുത്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി കിളിപ്പാട്ട് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് പോകുന്നത് തുള്ളലാണ്. തുള്ളൽ 3 വിധമുണ്ട്: പറയൻ, ശീതങ്കൻ, ഓട്ടൻ തുള്ളലുണ്ട്. അതിൽ പടയണി അനുകരിച്ച് നമ്പ്യാർ ഉണ്ടാക്കിയ തുള്ളലെന്ന് ശീതങ്കൻ തുള്ളലിനെ പറഞ്ഞത് SK നായരാണ്. SK നായർ പറയുന്നത് പടയണി അനുകരിച്ച് നമ്പ്യാർ ഉണ്ടാക്കിയതാണ് ശീതങ്കനെന്ന്. കേരളത്തിലെ ആദിമ നിവാസികളുടെ ജാതിനാമം സൂചിപ്പിച്ചുകൊണ്ടാണ് തുള്ളലിന് പേര് കൊടുത്തതെന്ന് ഹരിശർമ്മ പറയുന്നുണ്ട്. ഹരിശർമ്മ പറയുന്നത് ജാതിനാമം കൊണ്ട് വന്നതാണെന്ന് ഹരിശർമ്മ. പടയണി അനുകരിച്ചുണ്ടാക്കിയത് തുള്ളലെന്ന് SK നായർ പറയുന്നു. കുഞ്ചൻ നമ്പ്യാർ ആണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. നമ്പ്യാർ കൃതികൾ വരുന്ന സാങ്കല്പിക രാജാവാണ് ഉലകുടപ്പെരുമാൾ എന്ന് പറയുന്നത്. ഈ ഭാഗത്തുനിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഏത് തരം തുള്ളലാണെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ത്രിപുരദഹനം ഏതാണ്, പറയൻ തുള്ളൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാത്രമായിട്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാം. പിന്നെ ഉള്ളത് വരികളാണ്. വരികളിൽ കഴിഞ്ഞ തവണ ഒരെണ്ണം ചോദിച്ചത് ചിരിക്കുന്ന കഥ കേട്ടാൽ ഇരിക്കും ആയതല്ലെങ്കിൽ തിരിക്കും അങ്ങനെ ഭാവിച്ചിരിക്കുന്ന ഭടന്മാരെ. അത് കുംഭകർണവധമാണ്. ചിരിക്കുന്ന കേട്ടാൽ ഇരിക്കും, കുംഭകർണവധം എന്ന് പറയുന്നത് പറയൻ തുള്ളലാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ: ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവൻ. അത് സഭാപ്രവേശമാണ്. സഭാപ്രവേശം എന്ന് പറയുന്നതും പറയൻ തുള്ളലാണ്. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടുവി എന്നൊരു ചാതുകേരള ഭാഷ തന്നെ ചിതം വരും. സഭാപ്രവേശം. കഞ്ഞി കുടിപ്പാനില്ലെന്നാലും കണ്ടാൽ വർക്കത്തുള്ളവനെന്നാൽ ഇങ്ങനെ കൊള്ളാം അതുമില്ലാഞ്ഞാൽ എങ്ങനെ പെണ്ണിന് തല പൊക്കേണ്ടു. കഞ്ഞി കുടിപ്പാനില്ലെന്നാലും. ഇത് സീതാ സ്വയംവരം. ഓക്കെ. ഇനി അച്ചിക്ക് ദാസ്യപ്രവൃത്തി ചെയ്യുന്നവൻ കൊച്ചിക്ക് പോയങ്ങ് തൊപ്പിയിടേണം എന്നുള്ളത് കല്യാണ സൗഗന്ധ്യത്തിലാണ്. അടുത്ത അച്ചിക്ക് ദാസ്യപ്രവൃത്തി ചെയ്യുന്നവൻ കൊച്ചിക്ക് പോയങ്ങ് തൊപ്പിയിടേണം കല്യാണ സൗഗന്ധിക ശീതകൻ തുള്ളലാണ്. അതൊക്കെ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള വരികളാണ്.